അഗസ്റ്റീനിയൻ സഭാംഗമായ ലൂയിസ് 14 പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ സഭയുടെ ആലുവ വികാരിയേറ്റിലെ അംഗങ്ങളും വളരെയധികം സന്തോഷത്തിലാണ്. സഭയുടെ ജനറൽ ആയിരിക്കെ 2004 കൊച്ചിയിലെത്തിയ അദ്ദേഹത്തിൽ നിന്ന് 6 ഡീക്കന്മാരാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. ഏറെ വൈകാതെ പുതിയ മാർപ്പാപ്പയുടെ ഇന്ത്യാ സന്ദർശനം ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷയും വൈദികർക്കുണ്ട്. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ അധ്യക്ഷനായ ലൂയിസ് 14 മാർപ്പാപ്പ അഗസ്തീനിയൻ സഭയുടെ ജനറലായിരിക്കെ 2 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. 2004-ലും 2006-ലുമായിരുന്നു സന്ദർശനങ്ങൾ. എറണാകുളത്ത് വരാപ്പുഴ അതിരൂപതയ്ക്ക് കീഴിലുള്ള മരിയാപുരത്തും ഇടക്കൊച്ചിയിലുള്ള അഗസ്തീനിയൻ ഭവനങ്ങളിലും അദ്ദേഹം ഒരാഴ്ചയോളം തങ്ങിയിരുന്നു. 2004 ഏപ്രിൽ 22-ന് 6 അഗസ്തീനിയൻ ഡീക്കന്മാർക്ക് പൗരോഹിത്യം നൽകുന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് ഡാനിയൽ അച്ചാരുപറമ്പിലിനൊപ്പം അദ്ദേഹം സഹകാർമ്മികനായിരുന്നു. കലൂർ കത്രിക്കടവിലെ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ ഫാദർ ജോൺ ബോസ്കോ, ഫാദർ അഗസ്റ്റിൻ, ഫാദർ റോബർട്ട് റോയ്, ഫാദർ ഷിജു വർഗീസ്, ഫാദർ അലോഷ്യസ്, ഫാദർ ജിബി എന്നിവരാണ് അന്ന് വൈദികരായത്. സാധാരണക്കാരിൽ ഒരാളായി എല്ലാവരോടും ഇടപെടാനും എല്ലാവരെയും കേൾക്കാനുമുള്ള മനസ്സാണ് പുതിയ മാർപ്പാപ്പയുടെ പ്രത്യേകതയെന്ന് ഫാദർ ജോൺ ബോസ്കോ ഓർമ്മിക്കുന്നു. വിശുദ്ധ പിതാവിൻ്റെ ആ ഒരു ജീവിതത്തിൽ ഞങ്ങളുമായിട്ടുള്ള ഇടപെടൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ സാധാരണക്കാരനായിട്ട് ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുവാൻ സാധിച്ചു. ഒരു വലിയ സന്യാസ സമൂഹത്തിൻ്റെ അധിപനാണെങ്കിലും അതിൻ്റെതായ യാതൊരുവിധ ഗൗരവവുമില്ലാതെ ഞങ്ങളിൽ ഒരാളെ പോലും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരെയും കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. കുറച്ച് സംസാരിക്കുകയും കൂടുതൽ കേൾക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അന്ന് ഞങ്ങളുടെ പ്രയർ ജനറലായിരുന്ന കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ്, ഇപ്പോൾ പരിശുദ്ധ പിതാവായിരിക്കുന്ന ലിയോ 14 പാപ്പ. അഗസ്തീനിയൻ സന്യാസ സഭയുടെ ഏഷ്യ പസഫിക് യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം 2006-ൽ വീണ്ടും കേരളത്തിലെത്തിയിരുന്നു. തങ്ങൾക്കെല്ലാം പരിചിതനായ ഒരാൾ സഭയുടെ ആഗോളത്തലവനായി എത്തുന്നതിൻ്റെ സന്തോഷമാണ് വൈദികർക്ക്. കേരളത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം വൈകാതെ എവിടേക്ക് എത്തുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.